ശബരിമല തീർത്ഥാടനത്തിനൊരുങ്ങുന്ന ഭക്തർ പാലിക്കേണ്ട ആചാര നിയമങ്ങൾ പലതുണ്ട്. മണ്ഡലവ്രതമെടുത്ത് മുദ്ര ധരിച്ച് ഭഗവത് സ്മരണകൾ നിറഞ്ഞ മനസ്സോടെയും ശുദ്ധമായ ശരീരത്തോടെയും വേണം ഇരുമുടി കെട്ടുനിറച്ച് അയ്യപ്പന്റെ പൂങ്കാവനം കയറുവാൻ. ശബരിമല തീർത്ഥാടനത്തിന്റെ ലക്ഷ്യം മോക്ഷപ്രാപ്തിയാണ്. ഇതാഗ്രഹിക്കുന്നവരാകണം അയ്യപ്പ ദർശനത്തിനായി പോകേണ്ടത്. ശബരിമല തീർത്ഥാടനം സാധാരണ ക്ഷേത്ര ദർശനമല്ല. മണ്ഡലവ്രതം അനുഷ്ഠിച്ചു മാത്രമേ തീർത്ഥയാത്ര ചെയ്യാവൂ. മണ്ഡലാരംഭത്തിൽ ദർശനം ആഗ്രഹിക്കുന്നവർ 41 ദിവസം മുൻപേ മുദ്ര ധരിച്ച് വ്രതം അനുഷ്ഠിക്കണം. ഗുരുസ്വാമിയിൽ നിന്നും മുദ്ര ധരിക്കുന്നു. മുദ്ര ധരിച്ച അയ്യപ്പൻ മന്ത്രദീക്ഷയിൽ മുഴുകണം. പ്രഭാതത്തിലും സന്ധ്യയ്ക്കും കുളിയും ഭസ്മധാരണവും ശരണഘോഷവും ആരതിയും പതിവാക്കണം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ശുദ്ധി ഉറപ്പുവരുത്തണം. സത്യം, ധർമ്മം, അഹിംസ എന്നിവ നിർബന്ധമായും അനുഷ്ഠിക്കണം. മുടിയും നഖവും മുറിക്കാതെ, ക്ഷൗരം ചെയ്യാതെ, പാദരക്ഷ ധരിക്കാതെ സാത്വിക ആഹാരവും ജീവിത രീതിയും ആചരിക്കണം. അനുഭവ സമ്പന്നരായ പൂർവികർ ആചാര നിയമങ്ങൾ ഓരോന്നും രേഖപ്പെടുത്തിയിരിക്കുന്നത് വരും തലമുറയ്ക്കും ജീവിത ധന്യത ലഭിക്കുന്ന വിധത്തിൽ ദീർഘവീക്ഷണത്തോടെയാണ്. ഭൗതിക സുഖമോഹങ്ങൾക്കും അപ്പുറമുള്ള ആത്മീയമായ നവോത്ഥാനത്തിൻ്റെ നേർവഴിയാണ് വ്രതവിധികൾ ആചരിക്കുന്നതിലൂടെ അയ്യപ്പ ഭക്തന്മാർ അടുത്തറിയുന്നത്. നാൽപ്പത്തിയൊന്ന് ദിവസത്തെ വ്രതമെടുത്ത് ഇരുമുടിക്കെട്ടുമേന്തി വേണം 18ാം പടിയിൽ പാദസ്പർശം ചെയ്യുവാൻ. അയ്യപ്പ മണ്ഡല വ്രതം ആചരിക്കാത്ത കുടുംബാംഗങ്ങളുടെ പേരിൽ നെയ്ത്തേങ്ങ കൊണ്ടുപോകുന്നത് ശരിയല്ല. വ്രതഭംഗം വന്നാൽ തീർത്ഥാടനം ഉപേക്ഷിക്കണം. വീണ്ടും 41 ദിവസം വ്രതമനുഷ്ഠിച്ചു വേണം യാത്ര തുടങ്ങാൻ. മുദ്ര ധരിച്ച അയ്യപ്പന് പുല, വാലായ്മ എന്നിവ ബാധകമല്ല. സ്വന്തം അച്ഛൻ, അമ്മ എന്നിവരുടെ മരണാനന്തര കർമ്മങ്ങൾ ചെയ്യുവാൻ മാത്രം മാലയഴിച്ച് തീർത്ഥാടനം ഉപേക്ഷിക്കാം. കന്യസ്വാമിമാർ ശരം കുത്തിയിൽ തറയ്ക്കണം. ഗുരുസ്വാമിയുടെ വാക്കുകൾ അനുസരിച്ചു വേണം ശബരിമല തീർത്ഥാടനം പൂർത്തിയാക്കാൻ. Presented by Chaikari Kazhakoottam near Infosys Thiruvananthapuram.